ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. ഭൃഗുർവസിഷ്ഠശ്ച ഗൗതമോ മേധാതിഥിർദേവലദേവരാതൗ രാമസ്തഥാഗാധിസുതശ്ച ശാകലോ മൃകണ്ഡുപുത്രാത്രിജ പിപ്പലാദാ. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകത്തിൽ ഈ ഭാഗവത കഥ കേൾക്കാൻ വന്നവരുടെ ഒക്കെ ഒരു നിരനിരയായി പറയുകയാണ് വന്നത് ആരൊക്കെയാണ്. ഇവിടെ പറയുകയാണ് ഭൃഗുർ വസിഷ്ഠശ്ചവനശ്ച. ഭൃഗു മഹർഷി, വസിഷ്ഠ മഹർഷി, ച്യവനശ്ച എന്ന് പറഞ്ഞാൽ ച്യവന മഹർഷി, പിന്നെ ഗൗതമ മഹർഷി, മേധാതിഥിർദേവലദേവരാതൗ. മേധാതിഥി ദേവല മഹർഷി, ദേവരാതൻ എന്ന് പറയുന്ന മഹർഷി. നമ്മൾ ദേവരാത മഹർഷി, യാജ്ഞവൽക്യൻ എന്നൊക്കെ പറയുന്ന മഹർഷിയുടെ മറ്റൊരു പേരാണ് ദേവരാതൻ. പിന്നെയോ രാമസ്തഥാ ഗാധിസുതശ്ച ശാകലോ. രാമൻ എന്ന് പറയുന്ന ഇവിടെ പരശുരാമനെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെയോ പിന്നെ ആരാ വന്നത്? ഗാധിസുതശ്ച ശാകലോ. ഗാധിസുതൻ എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. ഗാധിയുടെ പുത്രനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി. പിന്നെയോ ശാകല മഹർഷി. പിന്നെയോ മൃകണ്ഡുപുത്രാത്രിജ പിപ്പലാദ. മൃകണ്ഡു എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ മഹർഷി. മൃകണ്ഡുവിൻ്റെ പുത്രനായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി. പിന്നെയോ അത്രി മഹർഷിയുടെ പുത്രനായിട്ടുള്ള ദത്താത്രേയ മഹർഷി. പിന്നെയോ പിപ്പലാദ, അതായത് പിപ്പലാദ ഗോത്രത്തിൽ ജനിച്ചവരൊക്കെയും. അപ്പോൾ അത്രയും വിശിഷ്ടരായിട്ടുള്ളവരൊക്കെ ഓടി വന്നു ഇവിടെ ഈ ഭാഗവത കഥ കേൾക്കാൻ. നോക്കൂ എത്ര തലമുറകളുണ്ട് എന്ന്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വന്നു ചേർന്ന ഈ മഹാപുണ്യാത്മാക്കളിൽ ധാരാളം തലമുറകളിൽപ്പെട്ടവർ തന്നെ, 3 തലമുറയിൽപ്പെട്ടവരൊക്കെ തന്നെയും ഇവിടെ വന്നു ചേർന്നതായിട്ട് നമുക്ക് കാണാം. അതിപ്പോൾ അടുത്ത ശ്ലോകം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത ശ്ലോകം കൂടി പറയാം. 14ാമത്തെ ശ്ലോകം. യോഗേശ്വരോ വ്യാസപരാശരൗ ച ഛായാശുകോ ജാജലിജഹ്നുമുഖ്യാ സർവേപ്യമീ മുനിഗണാ സഹപുത്രശിഷ്യാ സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്താ. യോഗേശ്വരൻ എന്ന് വളരെയേറെ പ്രസിദ്ധി നേടിയിട്ടുള്ള വാമദേവൻ. അതേപോലെ വ്യാസപരാശരൗച, വ്യാസമഹർഷി. ഈ വ്യാസൻ എന്ന് പറയുന്നത് തന്നെ പരാശര മഹർഷിയുടെ പുത്രനാണ്. അപ്പോൾ പരാശര മഹർഷി വന്നു, പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള വ്യാസമഹർഷി വന്നു. പിന്നെയോ ഛായാശുകോ ജാജലിജഹ്നുമുഖ്യ. ഛായാസ്വരൂപനായിട്ടുള്ള ശുകമഹർഷി. അപ്പോൾ നോക്കൂ, പരാശര മഹർഷി, വ്യാസമഹർഷി, ശ്രീശുക മഹർഷി, 3 തലമുറയിൽപ്പെട്ടവർ ഓടി വന്നിരിക്കുകയാണ്. ഈ വ്യാസമഹർഷിയാൽ എഴുതപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവത കഥ. എന്നിട്ടും അങ്ങനെ ഒരു കഥ, ഭഗവാന്റെ കഥ ഇവിടെ പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആ വ്യാസഭഗവാൻ തന്നെ നേരിട്ട് ഓടി വന്നു. പിന്നെയോ വ്യാസഭഗവാന്റെ പിതാവായിട്ടുള്ള പരാശര മഹർഷി ഓടി വന്നു. പിന്നെ വ്യാസഭഗവാന്റെ പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയും ഓടി വന്നു. പിന്നെയോ ജാജലി ജഹ്നു എന്നൊക്കെ പറയുന്ന വളരെ പ്രസിദ്ധരായിട്ടുള്ള മഹർഷിമാരൊക്കെയും ഓടി വന്നു. പിന്നെ പറയുകയാണ് സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യ. സർവേപ്യമീ എന്ന് പറഞ്ഞാൽ സർവേ അപി അമി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സർവേപ്യമി.
എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി, ഈ മഹർഷിമാരൊക്കെ തന്നെയല്ല വന്നത്, പിന്നെയോ മുനിഗണ സഹപുത്ര ശിഷ്യ, മറ്റുള്ള മുനിഗണങ്ങളോടുകൂടി മുനിമാരെ എല്ലാവരെയും കൂട്ടി, പിന്നെയോ സഹപുത്ര ശിഷ്യ, തങ്ങളുടെ പുത്രന്മാർ ശിഷ്യന്മാർ ഇവരെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. കഴിഞ്ഞില്ല. സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്ത, സ്വസ്ത്രീ തങ്ങളുടെ ഭാര്യമാരെയൊക്കെ, തങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരെ. അപ്പോൾ ഈ മുനിഗണങ്ങൾ അവർ മറ്റ് പുത്രന്മാർ ശിഷ്യന്മാർ അവരുടെയൊക്കെ ഭാര്യമാരെയും കൂട്ടി, പിന്നെയോ ആയയോ എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തിച്ചേർന്നു. എങ്ങനെ? അതിപ്രണയേന. ഇവിടെ നമുക്ക് സ്വസ്ത്രീഭിരായയുരതിപ്രണയേന, അവിടെ സ്വസ്ത്രീഭിഹി ആയയു അതിപ്രണയേന, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്വസ്ത്രീഭിരായയുരതിപ്രണയേന. അപ്പോൾ തങ്ങളുടെയൊക്കെ ഭാര്യമാർ, പുത്രന്മാരുടെ ഭാര്യമാർ, മുനിഗണങ്ങളുടെ ഭാര്യമാർ, ശിഷ്യന്മാരുടെ ഭാര്യമാർ, അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് വന്നത്? അതിപ്രണയേന, ഏറ്റവും ദൃഢമായ ഗാഠമായ പ്രണയേന എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രേമഭക്തിയോടുകൂടി, ഭഗവാനിങ്കലുള്ള പ്രേമഭക്തിയോടുകൂടിയാണ് ഓടി വന്നത്. യുക്ത എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ കൂടെ, അവരുടെ സഹിതം അവരോട് കൂടിയാണ് ഇവിടെ ഇവരെല്ലാം ഓടി വന്നത്. അപ്പോൾ ആർക്കും ഈ ഒരു സുവർണാവസരം, ഭഗവാന്റെ ഈ ഒരു കഥ കേൾക്കാനുള്ള ഈ ഒരു സുവർണാവസരം അല്ലെങ്കിൽ ഈ ഒരു പുണ്യനിമിഷം നഷ്ടപ്പെടുത്തരുത്. അവരുമൊക്കെ തങ്ങളെപ്പോലെ സുഹൃതികളാവണം എന്ന് ധരിച്ചുകൊണ്ട് ഈ മുനിമാരൊക്കെയും തങ്ങളുടെ ഭാര്യമാരെ, തങ്ങളുടെ പുത്രന്മാരെ, തങ്ങളുടെ ശിഷ്യഗണങ്ങളെ, തങ്ങളോടൊപ്പമുള്ള മുനിഗണങ്ങളെ, അവരുടെ ഭാര്യമാരെ, അവരുടെ പുത്രന്മാരെ, അവരുടെ ശിഷ്യന്മാരെ ഒക്കെ കൂട്ടിക്കൊണ്ട് അവരെയും ഒക്കെ സുഹൃതികളാക്കാനുള്ള പുറപ്പാട്. നോക്കൂ, സജ്ജനങ്ങൾ എപ്പോഴും തങ്ങളോടൊപ്പം മറ്റുള്ളവരെയും ഉയർത്താനുള്ള ഒരു സന്മനസ്സുള്ളവരായിരിക്കും സജ്ജനങ്ങൾ. ഇവിടെയും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വ്യാസഭഗവാന്റെ പിതാവായിട്ടുള്ള പരാശര മഹർഷി, വ്യാസഭഗവാന്റെ പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷി, നമുക്ക് 3 തലമുറ അവിടെ തന്നെ ആയിക്കഴിഞ്ഞു. ബാക്കി എത്രയെത്ര പ്രമുഖരായിട്ടുള്ള മഹർഷിമാർ, അവരൊക്കെ ഇത്രയും ആളുകളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സുവർണ നിമിഷത്തിൽ തങ്ങളോടൊപ്പം ആ മഹാസൗഭാഗ്യത്തിൽ പങ്കാളികളായി മാറാൻ. അതും ഏറ്റവും ദൃഢമായ പ്രേമഭക്തിയോടുകൂടിയാണ് ഇവരുടെയൊക്കെ വരവ്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് 13ഉം 14ഉം ശ്ലോകങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിക്കാം. അത് അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. ഭൃഗുർവസിഷ്ഠശ്ച ഗൗതമോ മേധാതിഥിർദേവലദേവരാതൗ രാമസ്തഥാഗാധിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാത്രിജ പിപ്പലാദാ. ഇവിടെ ഈ ഒരു 13ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുനിമാരുടെ പേരുകളാണ്, അത് പക്ഷേ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഭൃഗുർ വസിഷ്ഠശ്ചവനശ്ച. നമ്മൾ ഓരോ മുനിമാരുടെ എടുത്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അടുത്തത് മേധാതിഥിർ ദേവല ദേവരാതൗ. പക്ഷേ മേധാതിഥിർ ദേവല, അവിടെ ദ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഗാധിസുതശ്ച, ഇവിടെ ഥ ത, അത് രണ്ടും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് മൃഗണ്ഡുപുത്ര അത്രിജ പിപ്പലാദ. അവിടെ മൃഗണ്ഡുപുത്ര അത്രിജയാണ്, അത്രി മഹർഷിക്ക് ജനിച്ച, അത്രി മഹർഷിയുടെ പുത്രനായിട്ടുള്ള. അതുപോലെ മൃഗണ്ഡുപുത്രാത്രിജ പിപ്പലാദ, അവിടെയും വാക്കുകൾ അക്ഷരങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അപ്പോൾ അതും ശ്രദ്ധിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്തത് 14ാമത്തെ ശ്ലോകം. യോഗേശ്വരൗ വ്യാസപരാശരൗ ച ഛായാശുകോജാജലിജഹ്നുമുഖ്യാ
സർവേപ്യമീ മുനിഗണാ സഹ പുത്രശിഷ്യാ സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്താ. അവിടെയും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. ഛായാശുകോ, അവിടെ ഛായൊക്കെ കട്ടിയിൽ തന്നെ വായിക്കുക. അതുപോലെ ജാജലി ജഹ്നുമുഖ്യ, ഇതൊക്കെ അവിടെ ആ വാക്കിൻ്റെ അവസാനം ദീർഘമുണ്ട്, വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ സർവേപ്യമി, അവിടെ സർവേപി അമിയാണ്, അതുകൊണ്ട് അകാരം കൊടുക്കുക പ്യ എന്ന അക്ഷരത്തിന്. പിന്നെ അടുത്തത് മുനിഗണാ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. സഹപുത്ര ശിഷ്യാ, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് വലിയൊരു പദമാണ് സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്ത. അപ്പോൾ സ്വസ്ത്രീഭിരായയുരതിപ്രണയേന, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് യുക്ത, അവിടെ ദീർഘവും വിസർഗവും ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്ത നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. അല്ല, 15-ാമത്തെ ശ്ലോകം. വേദാന്താനി ച വേദാശ്ച മന്ത്രാസ്തന്ത്രാഃ സമൂർത്തയഃ ദശസപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായയുഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വേദാന്താനി, വേദാന്താനി എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കൾ, അതായത് വേദങ്ങളുടെയൊക്കെ എസൻസ്, അതായത് അത് മുഴുവൻ കാച്ചിക്കുറുക്കി എടുത്താൽ കിട്ടുന്നത് എന്താണ്, അതിൻ്റെ അവസാനത്തെ വാക്കായിട്ടുള്ളത്, അതാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. നമുക്ക് 108ഓളം ഉപനിഷത്തുക്കളുണ്ട്. പ്രധാനമായിട്ടും 10 ഉപനിഷത്തുക്കളാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഉപനിഷത്തുക്കൾ, പിന്നെയോ ച വേദാശ്ച, വേദങ്ങളും. അപ്പോൾ ഉപനിഷത്തുക്കളും വേദങ്ങളും, പിന്നെയോ മന്ത്രാസ്തന്ത്ര സമൂർത്തയ, മന്ത്രാസ്തന്ത്ര, മന്ത്രങ്ങളും തന്ത്രങ്ങളും എന്ന് പറയുമ്പോൾ, മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, മന്ത്രങ്ങൾക്കൊരു വാച്യഭാവമാണെങ്കിൽ തന്ത്രങ്ങൾക്ക് ക്രിയാഭാവമാണുള്ളത്. രണ്ടും ഈ ഭവസാഗരത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. കാരണം മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെയും നമ്മുടെ ഉന്നമനത്തിനായിട്ട് ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രങ്ങളെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ പറയാറുണ്ട് മനനാൽ ത്രായതേതി മന്ത്രഃ. അപ്പോൾ എല്ലാം തന്നെയും, അത് മന്ത്രങ്ങളായാലും തന്ത്രങ്ങളായാലും, രണ്ടും ഈ ഒരു ഭവസാഗരത്തിൽ നിന്നും, ഈ ഒരു സംസാര സാഗരത്തിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതിന് ഉപകരിക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഉപനിഷത്തുക്കളും വേദങ്ങളും തന്നെയല്ല, മന്ത്രാസ്തന്ത്രാഹ, മന്ത്രങ്ങളും തന്ത്രങ്ങളും സമൂർത്തയഃ, അത് രണ്ടും പോലും, മന്ത്രങ്ങളും തന്ത്രങ്ങളും പോലും മൂർത്തിരൂപം, സമൂർത്തയഃ, മൂർത്തിരൂപം ധരിച്ചുകൊണ്ട്, പ്രാപിച്ചുകൊണ്ട്, പിന്നെയോ ദശസപ്ത പുരാണാനി, ദശസപ്ത എന്ന് പറഞ്ഞാൽ ദശം 10, സപ്തം 7, 17 പുരാണാനി, പുരാണങ്ങളും. നമുക്ക് 18 പുരാണങ്ങളാണുള്ളത്. അപ്പോൾ 18ാമത്തെ പുരാണമാണ് നമുക്കറിയാം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. 17 പുരാണങ്ങളും രചിച്ചിട്ടും മനസ്സുകൊണ്ട് തൃപ്തിയാകാതെ വന്ന വ്യാസഭഗവാനോട് ശ്രീ നാരദ മഹർഷി കൊടുക്കുന്ന ഉപദേശമായിരുന്നു, ഭഗവാന്റെ മാഹാത്മ്യത്തെ വേണ്ട വിധത്തിൽ ഒന്ന് വർണ്ണിച്ചോളൂ, മനസ്സ് ശാന്തമാകുമെന്ന്. അതിനനുസരിച്ച് രചിക്കപ്പെട്ട 18ാമത്തെ പുരാണമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞു 17 പുരാണം, ദശസപ്ത പുരാണാനി, 17 പുരാണങ്ങളും. കാരണം ഇവിടെ വർണ്ണിക്കാൻ പോകുന്നത് 18ാമത്തേതാണ്. ഇവിടെ വിവരിക്കപ്പെടാൻ പോകുന്നത്, പാനം ചെയ്യപ്പെടാൻ പോകുന്നത് 18ാമത്തെ പുരാണമായതുകൊണ്ടാണ് 17 പുരാണങ്ങളും.
മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും 17 പുരാണങ്ങളും പിന്നെയോ ഷഡ്ശാസ്ത്രാണി തഥായയോ. ഷഡ്ശാസ്ത്രാണി, ഷഡ് എന്ന് പറഞ്ഞാൽ 6, ശാസ്ത്രാണി ശാസ്ത്രങ്ങൾ, 6 ശാസ്ത്രങ്ങളും തഥായയോ, തഥാ ആയയോ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തഥായയോ. തഥ എന്ന് പറഞ്ഞാൽ അവിടെ, ആയയോ എത്തിച്ചേർന്നു. അപ്പോൾ നോക്കൂ, പ്രമുഖരായിട്ടുള്ള പല മഹർഷിമാരും അവരുടെയൊക്കെ എത്രമാത്രം, അവരുടെ കൂടെ എത്രമാത്രം ജനങ്ങളാണ് എത്തിച്ചേർന്നതെന്ന് നമ്മൾ കണ്ടു തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ. കഴിഞ്ഞില്ല, 17 പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും 6 ശാസ്ത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ മൂർത്തിരൂപം ധരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. എന്തിന്? ഈ 18ാമത്തെ പുരാണമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഈ കഥകളെ ഒന്ന് കേൾക്കാൻ, ഭാഗവതി കഥയെ ഒന്ന് പാനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വേദാന്താനി ച വേദാശ്ച മന്ത്രാസ്തന്ത്രാഃ സമൂർത്തയഃ ദശ സപ്ത പുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായയോ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മന്ത്രാസ്തന്ത്രാഃ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. അതുപോലെ സമൂർത്തയഃ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ തഥായയോ, അവിടെ അകാരം നന്നായി നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. തഥാ ആയയോ, 2 ദീർഘ അകാരം വരുന്നുണ്ട്. അതുപോലെ അവിടെ വിസർഗവുമുണ്ട്. തഥായയോ, അതും ശ്രദ്ധിച്ച് വായിക്കുക. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകം. ഗംഗാദ്യാഃ സരിതസ്തത്ര പുഷ്കരാദിസരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ച. ഇനി ആരൊക്കെയാണ് വന്നതെന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഈ ശ്ലോകങ്ങളിലെല്ലാം വന്ന മഹത്തുക്കളുടെ, പുണ്യാത്മാക്കളുടെ പേര് മാത്രമാണ് വർണ്ണിക്കുന്നത്. അത് തന്നെ വർണ്ണിച്ചിട്ടും തീരുന്നില്ല ഈ ഒരു ഭാഗവത മഹാത്മ്യത്തിൽ. നമുക്ക് പറയാണ് ഗംഗാദ്യ, ഗംഗ മുതലായ, ആദ്യ എന്ന് പറഞ്ഞാൽ ആദി ആയിട്ടുള്ള മുതലായ, സരിതസ്തത്ര, സരിത തത്ര, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സരിതസ്തത്ര. സരിത്തുക്കൾ എന്ന് പറഞ്ഞാൽ മഹാനദികൾ, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, പുഷ്കരാദി സരാംസിച്ച, പുഷ്കരാദി സരാംസി, പുഷ്കരാദി സരാംസി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുഷ്കരാദി സരാംസി. പുഷ്കരാദി എന്ന് പറഞ്ഞാൽ പുഷ്കരാദികളായിട്ടുള്ള, സരാംസി എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ. അപ്പോൾ ഗംഗ മുതലായ മഹാനദികൾ വന്നു, കഴിഞ്ഞില്ല, പുഷ്കരാദികളായിട്ടുള്ള തടാകങ്ങൾ വന്നു. പിന്നെയോ ക്ഷേത്രാണിച്ച ദിശഃ സർവാ ദണ്ഡകാദിവനാനിച്ച, ക്ഷേത്രാണിച്ച എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്ര ആദികളായിട്ടുള്ള, ഇവിടെ ക്ഷേത്രം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കുരുക്ഷേത്രം ആദിയായിട്ടുള്ള ഈ മഹാക്ഷേത്രങ്ങൾ. പിന്നെയോ ദിശഃ സർവ, ദിശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ, സർവ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളും. നമുക്ക് 10 ദിക്കുകൾ ഉള്ളതായിട്ടാണ് പറയാറുള്ളത്. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഇങ്ങനെയുള്ള 4 ദിക്കുകൾ എടുത്ത് പിന്നെ കോണോട് കോണെടുത്താൽ, അല്ലേ, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, ഇങ്ങനെ പറഞ്ഞ് കോണോട് കോണെടുക്കുന്ന 4 ദിക്കുകൾ. അപ്പോൾ 4 4 8ആയി. പിന്നെ മുകളിൽ, താഴെ, അങ്ങനെ 10 ദിക്കുകളാണ് നമുക്ക് ആകെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ദിക്കുകളെല്ലാം, ദിശഃ സർവ, ഈ 10 ദിക്കുകളും, പിന്നെയോ ദണ്ഡകാദിവനാനിച്ച, ദണ്ഡക ആദിയായിട്ടുള്ള മുതലായ, വനാനിച്ച മഹാവനങ്ങളും വന്നു. നോക്കൂ, ഗംഗ മുതലായ നദികൾ, മഹാനദികൾ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ വന്നു എന്നാ, സമൂർത്തയ, തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ അതിൻ്റെയും കൂടെ ചേർത്ത് പറഞ്ഞു. സമൂർത്തയ, മൂർത്തിരൂപം പൂണ്ടുവന്നു. അപ്പം ഗംഗ മുതലായിട്ടുള്ള മഹാനദികൾ, അതേപോലെ പുഷ്കര മുതലായിട്ടുള്ള തടാകങ്ങൾ,
പിന്നെ കുരുക്ഷേത്രമാദിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ, പിന്നെയോ 10 ദിക്കുകൾ, ദണ്ഡകാദികളായിട്ടുള്ള വനങ്ങൾ, ഇവയൊക്കെയും രൂപം പൂണ്ട് മൂർത്തിരൂപം പ്രാപിച്ചുകൊണ്ട് അവിടെ ഭഗവാന്റെ ഈ മഹത്വത്തെ, ഈ ഭാഗവതി കഥയെ കേൾക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ ഈ ഒരു സത്സംഗവേദിയിലേക്ക് സത്തുക്കളുടെ പ്രവാഹമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്നത്തെ കാലത്തും ഒരു സത്സംഗവേദിയിലേക്ക് എത്തിച്ചേരുന്നത് സത്തുക്കളായിട്ടുള്ളവർ മാത്രമായിരിക്കും. കാരണം അവർക്ക് മാത്രമേ ഭഗവാന്റെ കഥകളിൽ താല്പര്യമുണ്ടാവുകയുള്ളൂ. അത് കേൾക്കുന്നതിന്, അത് പാനം ചെയ്യുന്നതിന്, അത് ആസ്വദിക്കുന്നതിൽ തൽപരരായിട്ടുള്ളവർ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും. ഇവിടെയാകട്ടെ 3 ലോകങ്ങളിൽ നിന്നുള്ളവരും എത്തിച്ചേർന്നു ഈ സപ്താഹം അല്ലെങ്കിൽ ഭാഗവതി കഥ കേൾക്കുന്നതിന്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗംഗാദ്യാഃ സരിതസ്തത്ര പുഷ്കരാദിസരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ച. കുറച്ച് എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ്, എന്നാലും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗംഗാദ്യ, അവിടെയും ആദ്യ എന്നുള്ളിടത്ത് വിസർഗവും ദീർഘവുമുണ്ട്. മറ്റൊന്ന് ഗംഗാദ്യ, ഗകാരമാണ്, അവിടെ ഗംഗാ കകാരം വരരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ പുഷ്കരാദി സരാംസി, അതൊക്കെ ചേർത്ത് വായിക്കുക. പിന്നെ ദിശ, അവിടെ ഒരു വിസർഗമുണ്ട്, അത് മാത്രമേ ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ബാക്കി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.